ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന ടേപ്പ് റെക്കോർഡിൽ വന്ന ഒരു റെക്കോർഡിംഗ് സ്വിച്ചാണ് ഈ സ്വിച്ച് ഇതാ കണ്ടില്ലേ ഈ സ്വിച്ച് നമ്മൾക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയും. കാരണം അത് ക്ലീനിങ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് 2-3 പ്രാവശ്യം പ്രസ് അങ്ങോട്ടാക്കി കഴിഞ്ഞാലും ആ ക്ലീനിങ് ഓയിൽ ചിലപ്പോൾ അതിനുള്ളിൽ നിന്ന് പറ്റ പോവില്ല, ഉണങ്ങാതെ കിടക്കും. അപ്പോൾ അതിലേറെ നല്ല എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് അഴിച്ചെടുത്തുകാണ്ട് റിപ്പയർ ചെയ്തെടുക്കാം. അഴിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇതാ കണ്ടില്ല, ഞാൻ അഴിച്ചെടുത്ത വാണി പിന്നെ എന്തോ ഇത് വളരെ ക്ലിയർ ആയിട്ടാണ് ലെഡ് പോകുന്നുണ്ട്. ക്ലിയറായിട്ട് ലെഡ് പോന്നാൽ മാത്രമേ നമ്മൾക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വലിച്ച് ബലം പ്രയോഗിച്ച് കൊണ്ട് എടുക്കരുത്. ഫ്രീ ആയിട്ട് തന്നെ കിട്ടണം. ഈ സ്വിച്ച് അഴിച്ച് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു. ഒരു ഭാഗം സ്പ്രിങ്ങാണ്. സ്പ്രിങ്ങിന് മേൽപോട്ട് തള്ളിയാണ് നിൽക്കുന്നത്. അതുമാതിരി ഇപ്പം മേൽപോട്ട് നിൽക്കുന്നത്. അത് നമ്മൾ അഴിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? അതിന് വേറൊരു പരിപാടി ഉണ്ട്. ഈ പരിപാടി അതായത് ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ഈ സ്പ്രിങ് അടക്കം തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് അഴിക്കുന്ന രീതി ഇതുപോലെ ഈ ഭാഗം തള്ളിച്ചവരും ഈ ഭാഗം അങ്ങോട്ട് വലിക്കും ചെയ്താ ഇതേമാതിരി. ഇപ്പോൾ ഇത് ഫ്രീ ആയിട്ട് പോകുന്നു, കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ സ്വിച്ച് കണക്ഷൻ. ഈ സ്വിച്ച് കണക്ഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഊരിയെടുത്തിട്ട് ഈ അരമാർക്ക് ഇതോട് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ശരിക്കും കാണണം കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യണം. രണ്ട് ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ഓരോ പിന്നും നമ്മൾ ഇതിൻ്റെ ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് ക്ലിയർ ചെയ്യണം. അത് ഉള്ളിലെ അത് കച്ചറ കാർബണൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും, പോകും. അത് ഇങ്ങനെ ചെയ്യണം. രണ്ട് ഭാഗം അങ്ങനെ എല്ലാ പിന്നും അതേമാതിരി വലിച്ച് ക്ലിയറാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത് ചെയ്യണം? ഇതിനുള്ളിലൂടെ ഇട്ടിട്ട് ഉള്ളിൽ കൂടി ഇട്ടിട്ട് മോള് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ മുകളിലത്തെ പിന്നിൽ നിർത്തുക. പിന്നെ അടുത്തത് അതേമാതിരി തന്നെ പിന്നെ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഇട്ടിട്ട് ഒന്ന് ഇടവിട്ട് ഒരു പിന്ന് ഫ്രീ ആണ് നടുവിൽ പിന്നെ ഇതേമാതിരി ഇടണം. ഇതേമാതിരി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നത് അങ്ങനെയാണ്. ഇതിനിപ്പോൾ 27 പിന്നാണ്. 1 2 3 4 5 6 7 8 9 10 12 പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ. 27 പിന്നാണിത്. മറ്റ് 27 കുറവുള്ള പിന്നുണ്ടാവും. അപ്പോൾ ഈ സ്വിച്ച് വെക്കുന്ന ഭാഗത്ത് ഈ പിന്നുമാണ് കണക്ഷൻ വരിക. റെക്കോർഡിങ്ങിൽ അല്ലാത്ത സമയത്ത്, അത് റേഡിയോ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ രണ്ടാമത് ഇതും വരും കണക്ഷൻ. ഇങ്ങനെയാണ് കണക്ഷൻ വരിക. അപ്പോൾ ഒന്ന് ഇടവിട്ട് ഒന്ന് ഇത് കാലിയായിരിക്കും. നടുവിൽ ഈ മൂന്നാമത്തെ പിന്ന് കാലിയേക്കാരം. അതേമാതിരി മൂന്നാമത്തെ പിന്ന് കാലിയേക്കാരം. മൂന്നാമത്തെ പിന്ന് കാലി ഇങ്ങനെ കാലിയായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ. റെക്കോർഡിങ്ങിൽ വരുന്ന സമയത്ത്
റെക്കോർഡിങ്ങിന് വരുന്ന സമയത്ത് ഇങ്ങോട്ടാണ് സ്വിച്ച് കണക്ഷൻ വരുന്നത്. അതാ ഇങ്ങോട്ടാ വരിക. ഇങ്ങനെ വരിക കേട്ടോ. ഇത് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് നേരെ ബാക്കൊക്കെയാണ് കണക്ഷൻ വരിക. ആ സ്വിച്ച് അമർത്തുന്നത് ഇതേമാതിരി ഓരോ പിന്നെ വിട്ട് കൊടുത്തിട്ട് ഇതേമാതിരി അങ്ങനെയുള്ള ഇറക്കി വെക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ഇറക്കി വെച്ച ബലം പ്രയോഗിക്കരുത്. ബലം പ്രയോഗിക്കാതെ ഇറക്കി വെക്കണം. അങ്ങോട്ടും ബലം പ്രയോഗിക്കാതെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ക്ലിപ്പ് പ്ലെയർ ഇട്ട് കണ്ട് ഇതെല്ലാം ഇത് ലോക്ക് ഫുള്ളാക്കി കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഇപ്പം എങ്ങനെ കണക്ഷൻ വന്നു? ഇതാ ഈ പിന്നും കണക്ഷൻ വന്നു. അല്ലേ കണ്ടില്ലേ? ഈ പിന്ന് അപ്പോൾ ഈ പിന്നുണ്ടാവില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ള പിന്നാണ് പിന്നെ കണക്ഷൻ വരുന്നത്. ഇങ്ങനെ എല്ലാ പിന്നും കണക്ഷൻ വന്ന് ഇത് കറക്റ്റ് ചെയ്താൽ സ്വിച്ച് പുതിയ സ്വിച്ചിൻ്റെ പ്രവർത്തനം വന്നു. ഇത് ഈ സ്വിച്ചിന് അതിനെക്കുറിച്ച് നമ്മൾ ക്ലീനിങ് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഉണങ്ങാത്ത ക്ലീനിങ് ഓയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് റെസ്റ്റ് പിടിച്ചാൽ പ്രശ്നമാക്കി തരും. ഇപ്പോൾ റെക്കോർഡിങ് സ്വിച്ച് ഇതിൻ്റെ ഉടമസ്ഥന് റെക്കോർഡിങ്ങിന് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് സ്വിച്ച് ഒഴിവാക്കാതെ ഈ മുകളിലത്തെ പിന്ന് ഇത് രണ്ടും ഷോർട്ട് ചെയ്യുക, നടു ഒഴിവാക്കിയിട്ട് പിന്നെ രണ്ടാമത് ഷോർട്ട് ചെയ്യുക. അങ്ങനെ ഈ അടിയിലെ പിന്നെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മേലുള്ള രണ്ട് പിന്നെ ഷോർട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പിന്നെ ഇടപെട്ട് മറ്റേ രണ്ട് ഷോർട്ട്, അങ്ങനെ ഷോർട്ട് ചെയ്താലും നിങ്ങൾക്ക് പിന്നെ ഓർമ്മക്കാരോ ഇതിൽ റേഡിയോന് ഉടമസ്ഥന് അതിന് റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ രണ്ട് പിന്നെ ഓരോ പിന്നെ ഇടപെട്ട് ഈൻ്റെ പിന്നായിട്ട് ഇത് ഷോർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതിന് പ്രവർത്തനം കിട്ടും. പക്ഷേ റെക്കോർഡിങ് ഉണ്ടാവില്ല എന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. ഇത്രയും കാര്യമാണ് ഞങ്ങൾക്ക് ഏത് കാര്യം. ഇതിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെ കണക്ഷൻ വരുമ്പോൾ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ അതാ. അപ്പോൾ റെക്കോർഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, ബാക്കൊക്കെ വരും. ഇത്രയാണ് ഇത് ഈ സ്വിച്ച്. ഞാൻ ഗ്യാങ് കണ്ടൻസറിൻ്റെ കാര്യം ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞു തരുന്നുണ്ട്. ഗ്യാങ് കണ്ടൻസർ നമ്മൾ ഈ വല്ല പര ശബ്ദം റെക്കോർഡ് ശരിക്കും വ്യക്തമായിട്ട് സ്റ്റേഷൻ കിട്ടാതെ വരുന്ന സമയത്ത് സ്റ്റേഷൻ വളരെ പ്രയാസപ്പെട്ടാണ് സ്റ്റേഷൻ പിടിക്കുന്നതെങ്കിൽ ആ ഗ്യാങ് കണ്ടൻസർ എങ്ങനെയാണ് ക്ലിയർ ആക്കി തരേണ്ടത് അത് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ അറിവ് പറഞ്ഞെന്ന് മാത്രം. കാരണം അത് പുതുതായിട്ട് കുറേ റേഡിയോ മെക്കാനിക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കാണിച്ചു തരേണ്ടത്.